ഒരാളെയും ഐബ് കണ്ടുപിടിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുതിരരുത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ടു പോകരുത്. തെറ്റുകൾ ചെയ്യുന്നവനെ രഹസ്യമായി വിളിച്ചവനിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ല ഹിക്മത്തിന്റെ രൂപത്തിൽ, തന്ത്രത്തിന്റെ രൂപത്തിൽ ഒരു തെറ്റിലേർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശനമുണ്ട്, മാർഗദർശനമുണ്ട്. ഒരാളെയും അഭിമാനം പിച്ച് ചീന്തരുത്, ഒരാളെയും രക്തം ചീന്തരുത്. ഒരാളെ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഒരാളെ തലയെടുക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഭീകരവാദം ഇസ്ലാമിലില്ല, തീവ്രവാദം ഇസ്ലാമിലില്ല. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ദആ ഇലാ ഹസബിയ്യാ. ഉഗ്രവാദം ചെയ്യുന്നവൻ, തീവ്രവാദത്തിൽ ഏർപ്പെടുന്നവൻ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇന്ത്യ രാജ്യത്തിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലേക്ക് രാജ്യത്തിൽ നിന്ന് മാത്രമല്ല വിദേശ ദിക്കുകളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ വന്നപ്പോ നിന്റെ മതമേതാണെന്ന് ചോദിച്ചു തോക്കു ചൂണ്ടിയവിടെന്ന് കൊന്നുകളയുമ്പോ പേര് മുസ്ലിമിൻ്റെതാണെങ്കിൽ അവൻ മുസ്ലിമല്ല. നബി തങ്ങൾ പണ്ടേ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്, ലൈസ മിന്നാ മൻ ദആ ഇലാ ഹസ്ബിയ്യാ. തീവ്രവാദം ചെയ്യുന്നവന്, ഭീകരവാദം ചെയ്യുന്നവന് അവൻ എന്നിൽപ്പെട്ടവനല്ല. മൻ ഖാതല അലാ അസ്ബിയ്യാ. ഉഗ്രവാദം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭീകരവാദത്തിൽ ഏർപ്പെട്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്ലാമിന്റെ തനതായ ആശയമുണ്ടല്ലോ, ഇത് ലോകത്തേക്ക് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പേര് മുസ്ലിമിൻ്റെതായതുകൊണ്ട്, പേര് ഹിന്ദുവിൻ്റെതായതുകൊണ്ട്, പേര് ക്രിസ്ത്യാനിയുടേതായതുകൊണ്ട് അവനൊരു മുസ്ലിമല്ല, ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല. അവൻ ഭീകരവാദിയാണ്, അവൻ തീവ്രവാദിയാണ്. ലോകത്തുള്ള ഒരു ധർമ്മങ്ങളും ഒരു മതങ്ങളും ഭീകരവാദം പഠിപ്പിക്കുന്നില്ല. മതങ്ങൾ തീവ്രവാദം പഠിപ്പിക്കുകയാണെങ്കിൽ, മതങ്ങൾ തീവ്രവാദം പഠിപ്പിക്കുകയാണെങ്കിൽ അത് മതമാകില്ലല്ലോ. റബ്ബേ, എല്ലാ തീവ്രവാദങ്ങളെ തൊട്ട് നമ്മുടെ രാജ്യത്ത് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ദീനിനെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലാകണം നമ്മുടെ ജീവിതം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തരുന്ന മാർഗനിർദ്ദേശനമല്ല ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. ആ ഭാഗം ഞാൻ തൽക്കാലമായി നിർത്തുകയാണ്. ഞങ്ങളെ ജീവിതത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് ഫ്രീ ഉള്ള സമയത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സാഹചര്യം സ്കൂൾ കോളേജുകൾ അടച്ചിട്ട് അവധിയാണല്ലോ. നമ്മുടെ മക്കളെ ഞങ്ങൾ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടോ? പൊതുവെ നമ്മുടെ നാടുകളിൽ ഒരു വിചാരമാണ്, കോളേജ് ലീവ് കിട്ടിയാൽ, സ്കൂളുകളിൽ ലീവ് കിട്ടിയാൽ അത് വിനോദ സഞ്ചാരത്തിനുള്ളതാണ്, അത് പൊളിക്കാനുള്ളതാണ്, അത് കളിക്കാനുള്ളതാണെന്നുള്ള വിശ്വാസം, അങ്ങനത്തെ വിചാരമുള്ള ആളുകളുണ്ട്. അല്ല അല്ല, നബി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് കാര്യമുണ്ടല്ലോ,
ഭൂരിഭാഗം ആളുകളും വഞ്ചിച്ചു പോകുന്ന രണ്ട് കാര്യമുണ്ട്. അസ്സിഹ്ഹത്തു വൽ ഫറാഹ്. നിന്റെ ആരോഗ്യ സമയമുണ്ടല്ലോ, നിന്റെ ആഫിയത്തുള്ള സമയമുണ്ടല്ലോ, നിന്റെ ആരോഗ്യമുള്ള സമയം, അതിൽ പല ആളുകളും വഞ്ചിച്ചു പോകുന്നുണ്ട്. ആരോഗ്യമുള്ള സമയത്താണ്